സോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കാൻ പറ്റണം അത്രയ്ക്ക് ലൈക്ക് അടിക്കാൻ നോക്കുക. സബ്സ്ക്രൈബ് അടിക്കാൻ 100 സബ് ചെയ്തലാക്കാൻ നോക്കുക. പെട്ടെന്ന് നമുക്കൊരു 50 ലൈക്കെങ്കിലും ഒന്ന് ആക്കണം. 50 ലൈക്ക് അല്ല, സോറി, 50 സബ്ബെങ്കിലും ആക്കണം. 50 ലൈക്ക് അടിച്ചോളൂ. നിങ്ങൾ കുറേ മുമ്പായിട്ട് കേട്ടിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം. സോ ഈ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും 2025 തന്നെ. സോ ഏതെല്ലാം അത് തേടിയായിട്ടുള്ള പോക്കാണ് ഗൈസ്. ഇതിലായിട്ട് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഐലൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ അതിന്റെ പേര് ഇതിൽ എന്താ വെച്ചാൽ വേറെ ഒരു മറുവശമാണ് ഗൈസ്. സോ ഇവിടെ നോക്കിയാണെങ്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ. സോ നമ്മളേതായാലും അയാളുടെ അടുത്ത് പോകണം. എന്നിട്ട് അയാളടുത്ത് പോയാടെ നമുക്ക് ഏതായാലും എന്താ പരിപാടി എന്ന് വെച്ചാൽ അയാൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയും. നമ്മളൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ കോഴ്സിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. സോ അതേമാതിരി ഇവിടെയും, അതായത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ വേറെ എങ്ങനെയല്ല, നിന്റെ വീട്ടുകാർക്ക് ഇത് സമ്മതമാണോ, അതോ നിങ്ങളുടെ അയൽവാസി കുടുംബക്കാർക്ക് എല്ലാവർക്കും സമ്മതമാണോ, അത് നിനക്ക് ഇങ്ങനത്തെ താല്പര്യമുണ്ടോ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഇതിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാൾ അതിൻ്റെ ഒരാളാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കിയാണെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സിന് നോക്കിയാൽ ഒരാൾ വന്നിട്ട് മെസ്സേജ് അയക്കും, അയാൾക്ക് നമ്മൾ ഇത് താല്പര്യമാണോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ അതേമാതിരി തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇതും ഒരു എപ്സ്റ്റീൻ ഫയൽസ് മോഡലാണ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗൈസ്. ആ വെബ്സൈറ്റ് പോയിട്ട് നമ്മൾ അപേക്ഷിക്കണം. എന്താ വെച്ചാൽ ഇങ്ങനെ താല്പര്യമില്ല അങ്ങനെ ഓരോന്ന് ടിക്ക് ചെയ്യുക. നോ യെസ് നോ അങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് ഇതിൽ കളി തുടങ്ങാം ഗൈസ്. ഇത് വെറുതെ നോക്കി മുതൽ അലമ്പായി. സോ നമ്മളേതായാലും അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേമാതിരി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ ജോബിൽ ഇരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്രൂവ് ആവേണ്ടിയാണ്, അതാണ് നോക്കുന്നത്. ഇംപ്രൂവ്ഡ് ആവേണ്ടിയാണ്. സോ ഏതായാലും നമുക്കറിയത്തില്ല. സോ നമ്മളെ മിടുക്കനുസരിച്ചിരിക്കും. സോ നമ്മളേതായാലും 100, 110 ഏതായാലും നമ്മൾ ആ ചെരുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തട്ടോ എന്തോതാ പോകുന്ന വണ്ടി, എവിടെ എത്തിയോ എന്തോ. സോ നമുക്ക് ഏതായാലും വേഗം പോവാം. പോലീസ് കണ്ട് എടേ എന്താ എടേ അത് പൊടുക്ക പോയത് ഇവിടെ കാണില്ല. ഈടെ അത്ര ഇമ്പാക്റ്റ് ഒക്കെ കൊക്കേക്ക് പറഞ്ഞോ എടേ? കൊക്കേക്ക് പറയാൻ ചാൻസ് ഒന്നുമില്ല. ഇതേ അവിടെ എടുക്കുന്നത് എടേ ഇത്ര വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നെ. സോ സമ്മതിക്കാം. സോ നമ്മളേതായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നോക്കി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഇതെന്താ വെച്ചാൽ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഒരു മറുവശമാണെന്ന് പറയാം. സോ നമുക്കറിയത്തില്ല, നമ്മളേതായാലും കളിച്ച് തന്നെ അറിയണം ഗൈസ്. കളിക്കല്ല, നമ്മൾ അവിടെ പോയി തന്നെ അറിയണം. അവരുടെ മടയിൽ നമ്മളേതായാലും സിംഹവാലൻ്റെ കുരങ്ങൻ്റെ മടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര 100, 110 വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 100, 110 വേണ്ട, അതൊക്കെ തന്നെ പോയിക്കോളാം സാർ. എന്ത് പറയാനാണ്, അതാ പോണ ലേഡീൻ്റെ കാറും കാര്യം മോഷ്ടിച്ച് പോവാന്ന്. ആരൊക്കെയാണ് ഗൈസ്? നമുക്ക് ഏതായാലും അതിലോട്ട് നമുക്ക് ശ്രദ്ധ കൊടുക്കാനാവത്തില്ല. നമ്മളേതായാലും സഹായമൊക്കെ ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഇതിലായതുകൊണ്ട് തന്നെ, വേറൊരു പരിപാടിയിലായതുകൊണ്ട് തന്നെ അതിലോട്ട് ശ്രദ്ധ കൊടുക്കണം. മൂവിങ് അതിലോട്ടാണ്. സോ ഒരിക്കലും ബാക്കോട്ട് ആവരുത്. ഓക്കെ, നമ്മളേതായാലും അതിലോട്ട് ചിന്ത കൊടുക്കാൻ പാടില്ല. നമ്മളേതായാലും നമ്മൾ ശ്രദ്ധ ഇങ്ങോട്ടാണ്. നമ്മൾ കാര്യം തീരുമാനിച്ചാൽ അതിലോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് റിയൽ ലൈഫിൽ ഏതെങ്കിലും ആരെങ്കിലും സഹായം ചോദിച്ചു വരികയാണെങ്കിൽ സഹായം കൊടുക്കേണ്ടെന്നല്ല, സഹായം കൊടുക്കാതിരിക്കരുത്. സോ കൊടുത്തിരിക്കണം. സോ ഇതിലെങ്ങനെയാണ് ഗെയിമാണ്, അതുകൊണ്ട് നമുക്ക് ഗെയിമിൽ എങ്ങനെ വേണമെങ്കിലും മറിഞ്ഞൊക്കെ എന്തെങ്കിലും ചെയ്യാം. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ചിരിക്കും. സോ നമ്മൾ ഏതെങ്കിലും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സുഖി ഏതോ ഒരു മലഞ്ചെരുവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഇവിടെ ചെന്നാട്ട് എന്തോ മന്ത്രം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. സോ ഏതായാലും ഇവിടെ നിന്ന് ഒരു കത്തും കാര്യങ്ങളൊക്കെ കിട്ടും. കത്ത് നമ്മളെല്ലാം ഓൾറെഡി ഉണ്ട്, ഒരു ലെറ്ററാണ്. സോ ഇവിടെ വന്നാട്ട് എന്തോ പറയണം, എന്തോ ഒരു മന്ത്രം ചൊല്ലണം. ഓക്കെ, അവിടെ എന്തൊരു ഓളും കാര്യങ്ങളെ, ഓളല്ലേ അത് മറ്റേ മരമാണ്, ട്രീ. സോ ഇവിടെ വന്നാട്ട് എന്തോ ഒരു ലെറ്റർ എടുക്കണം. ഓക്കെ, ഫാദർ സാഗർ ഏലിയർ ജാക്കി. ഇവിടെ ആള് അവരുണ്ട്. ഇവരാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ ആൾക്ക്. ഈടെ നമ്മളെ കൊന്നടേ, മൈക്കിളിനെ കൊന്ന്. ഈടെ ഇനിയിപ്പോ നമ്മൾ പോയുടെ എപ്സ്റ്റീൻ ഫയൽസിൽ എങ്ങനെയാണല്ലോ അതേമാതിരി നമ്മൾ കൊണ്ടുപോയിട്ട് ഇതാക്കൂ. ഇതെന്താ വൃത്തി? സോ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ നമ്മളിതവിടെ നമ്മൾ തന്നെയാണോ കൊന്നോ? എടേ അവന്മാരാണെന്ന് തോന്നുന്നു കേസ് ആ കാറിൽ. ഓക്കെ, സോ ഇത് സംഭവം എനിക്ക് മനസ്സിലായില്ല. സോ വെറുതെ പോയി നമ്മളവിടെ പോയി മന്ത്രം ചൊല്ലി, എന്നിട്ട് ലാസ്റ്റ് അവിടെ എത്തി അവരിടിച്ചിട്ട് നമ്മളവിടെ കൊണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ആണ് ഗേസ്.
പക്ഷേ ഇത്ര ഒന്നല്ല ഗൈസ്, ഇനിയുണ്ട്, കൂടുതലുണ്ട് ഗൈസ്, കുറേ അറിയാനുണ്ട് ഗൈസ്. സോ ഇത് ചെറുതാണ്, ഇതിൻ്റെ വലുത് വരാൻ പോകുന്നുണ്ട്. സോ പാർട്ട് 2 വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ഇതാണ്, നമ്മളേതായാലും ഇതിലേക്ക് ഇംപ്ലൂവ്ഡ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കണം. സോ ഏതായാലും നമുക്ക് എന്തൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊരു ഡൊണേറ്റഡോ, ഇവിടെ അല്ല, സോറി, മെസ്സേജിലാണ്, ഇമെയിലാണ് വന്നത്. സോ ഇവിടെ നോക്കിയാണ് എന്തോ ഡൊണേറ്റഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഏതായാലും നേരെ അടുത്തതിലേക്ക് പോയി നോക്കാം. അവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഡൊണേറ്റഡ് 500. ഓക്കെ, ഓ 5000. ഓക്കെ, നമുക്ക് ഏതായാലും ഡൊണേറ്റ് ചെയ്തേക്കാം. സോ FT ഫയൽസിൻ്റെ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല ഗൈസ്. നമുക്ക് ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇനിയിപ്പോൾ ഇതിൽ FT ഐലൻഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല. സോ അത് അമേരിക്കയിലാണ് FT ഐലൻഡ് പറഞ്ഞിട്ട് സംഭവം ഉള്ളത്. സോ ഇവിടെ ഇതിലുണ്ടോ എനിക്കറിയത്തില്ല. സോ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. സോ നമുക്ക് ഏതായാലും ഇത് കളിച്ച് നോക്കാം, എങ്ങനെ അറിയത്തില്ല. നമ്മളേതായാലും ഈ ജോബിലേക്ക് ഇംപ്ലൂവ്ഡ് ആയിട്ടില്ല. നമ്മളേതായാലും ഡൊണേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളേതായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇതിലേക്ക്. സോ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഏതായാലും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഗൈസ്. സോ കമൻറ്റ്, ലൈക്ക്, സപ്പോർട്ട്. ഓക്കെ, ഈ ഫുൾ ഇടിയാണ് ഞാൻ. എന്നാൽ ശരി ഗൈസ്, ബൈ ദ ബൈ.